ഓപ്പറേഷൻ സിന്ദൂർ വെറും ഷോ ഓഫ്, ഒന്നും നടന്നിട്ടില്ല. 4 വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു, അത്രമാത്രം. നുഴഞ്ഞു കയറി വന്ന ആക്രമണം നടത്തിയ ഭീകരർ ആരാണ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വളരെയധികം രീതിയിൽ വിവാദമായിക്കൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കോൺഗ്രസ് MLA ആയിട്ടുള്ള കർണാടക കോൺഗ്രസ് MLA ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കോതൂർ ജി മഞ്ജുനാഥ്. അദ്ദേഹം കർണാടകയിലെ കോൺഗ്രസ് MLA ആണ്. അദ്ദേഹം ഇപ്പോൾ ഭയങ്കരധികം രീതിയിൽ ചോദിച്ചിരിക്കുന്നത് വെറുതെ ഒരു ഷോ ഓഫ് മാത്രമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ 15 ദിവസത്തോളം വളരെയധികം കാത്തിരുന്ന് പ്ലാൻ ചെയ്ത് തിരിച്ചടി നൽകിയ ഒരെണ്ണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതും ഒരു ഭീകരവാദികൾക്ക് എതിരെ മാത്രം, അതായത് പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരെയോ അല്ലെങ്കിൽ സൈനികരെയോ മുൻനിർത്തിയല്ല ഇന്ത്യ ഇങ്ങനെയൊരു നീക്കം മുന്നോട്ട് വെച്ചത്. ഭീകരവാദത്തിനെതിരെ മാത്രമായിരുന്നു ഇന്ത്യയുടെ ഒരു നീക്കം. ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ ഇദ്ദേഹം ഇത്രയും ദിവസം ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്നതാണ് അല്ലെ. അപ്പൊ ഇത്രയും ഒരു വലിയ കാര്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പുറകിൽ ഉണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇത്രയും ദിവസമായിട്ട് ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ലേ? എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിന് ഇത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണോ ഇത്? അദ്ദേഹം പറയുന്നത് ഇതെല്ലാം വെറും ഷോ ഓഫ് ആണ്. എന്തിനാ നമുക്ക് ഇങ്ങനെ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യം? കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് അവരെ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ 15 ദിവസം നമ്മൾ ഇന്ത്യ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ നമ്മൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി, എന്തെങ്കിലും ചെയ്യണം, ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കണം, അത്തരത്തിലെല്ലാം പറഞ്ഞവരാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ വളരെ കുറഞ്ഞു പോയി എന്ന് പറയുന്നവർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനിയും ശക്തമായിട്ട് അവർക്ക് തിരിച്ചടിക്കണം, അല്ലെങ്കിൽ ഭീകരവാദികൾ അല്ലെങ്കിൽ ഈ ഒരു ഭീകരവാദികളെല്ലാം തന്നെ ഇല്ലാതാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇതുപോലുള്ള ഒരു വാദം വരുന്നത്. അതും ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ നേതാവിന്റെ ഒരു ഭാഗങ്ങളോ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഇതിൽ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇന്ത്യയിലൊരു രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിഗതമായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഇല്ല. ഇതിൽ ഒറ്റ തീരുമാനമാണ്, അതും ഒറ്റ കൂട്ടായ്മയിലൂടെ അത് നടത്തിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എല്ലാവരും ഒരുപോലെ ഒരേ ശബ്ദത്തിലായിരുന്നു വന്നിരുന്നത് അല്ലെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്ന് യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം എല്ലാം ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇതെല്ലാം BJPക്ക് വേണ്ടിയിട്ട് വോട്ടായിട്ട് മാറുമെന്ന് പറയുന്നത്, അങ്ങനത്തെ വാദങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമാണ്. കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ തിരിയുന്ന ജനങ്ങളാണ് ഇനിയുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് കണ്ടതാണ് മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പവർ എന്താണ്. അതായത് മറ്റ് ലോക രാജ്യങ്ങളുമായിട്ട് കൂട്ടുകെട്ട് എങ്ങനെയായിരുന്നു, എന്തിനായിരുന്നു മോദി സന്ദർശനങ്ങളൊക്കെ നടത്തിയത്, ആ സമയത്ത് നമുക്ക് ആരൊക്കെയായിരുന്നു സഹായത്തിനുണ്ടായിരുന്നത് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് എല്ലാവരും അത് നേരെ അറിഞ്ഞത്, ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതാണ് സ്ഥിതിഗതികൾ എന്നല്ലേ. ശരിക്കും നമുക്കൊരു ദുരിതം വരുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെയാണോ നിൽക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പിന്നീട് പോവുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നപ്പോൾ എങ്ങനെ അദ്ദേഹം പ്രതികരിച്ചു എന്ന് നോക്കിയിട്ടായിരിക്കും ഇനിയുള്ള ആൾക്കാർ ഇനി അദ്ദേഹത്തിനെ വീണ്ടും തിരഞ്ഞെടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അത് മറ്റൊരു പക്ഷം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ അതിനെ മാറ്റി നിർത്താം. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് വെറും ഒരു ഷോ ഓഫ് ആണ് എന്ന് പറയുന്നത് നമുക്ക് കോൺഗ്രസിന്റെ ഒരു MLA ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ശശി തരൂർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശശി തരൂർ ആയാലും രാഹുൽ ഗാന്ധി ആയാലും അവരെല്ലാവരും പറഞ്ഞൊരു കാര്യം ശക്തമായിട്ട് തിരിച്ചടിക്കണം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ എല്ലാവരും പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തത്. ആരും തന്നെ അതിന് വിപരീതമായിട്ടൊരു സംസാരം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം, കേണൽ സോഫിയ ഖുറേഷിയെ കഴിഞ്ഞ ദിവസം വിജയ് ഷാ എന്ന് പറഞ്ഞ ഒരു നേതാവ് കളിയാക്കിയതാണ്. അതായത് കളിയാക്കിയതല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം നേരായ കാര്യമായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. എന്നാലും പാകിസ്ഥാന്റെ സഹോദരി എന്നുള്ള രീതിക്കായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. അത് എത്രത്തോളം ഏത് രീതിയിൽ കണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചത് എന്നുള്ളത്. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിൽ ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പേരിന്റെ ആ ഒരു ഇതിലായിരിക്കണം അവർ അങ്ങനെ താരതമ്യം ചെയ്യാനുള്ള സാഹചര്യം. കാരണം ഒരു പേര് വെച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കാനുള്ള ഒരു കാര്യമൊന്നും നമ്മുടെ ഇന്ത്യയിൽ അതിന്റെ ഒരു പ്രസക്തി ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതരത്വ രാജ്യമാണ്. എല്ലാ മതങ്ങളും എല്ലാത്തിലും വിശ്വസിക്കുന്ന ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യം. അവിടെ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഇത്തരത്തിലൊക്കെ ചിന്തിക്കാൻ തോന്നുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്നത് ഇതിലും നല്ലത് ഒന്നും മിണ്ടാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ലാതെ ആ ഒരു സമയത്ത് ഫെയിം നേടാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ചും കൂടി വലിയ ആളാവാം എന്ന് കരുതിയിട്ട് പൊട്ടത്തരം പറയുന്നതിനെക്കാട്ടി നല്ലത് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഹൈക്കോടതി ഇടപെട്ടാണ് വിജയ് ഷായെ പോലീസിനോട് പിടികൂടാൻ പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ള ഒരു ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു അദ്ദേഹത്തിനെതിരെ ചാർത്തിയത്. അതെങ്ങനെ
തന്നെയാണ് അല്ലേ? ഇപ്പൊ സോഫിയ ഖുറേഷിയോ അല്ലെങ്കിൽ വ്യോമിക സിംഗോ രണ്ടും ഒരുപോലെയാണ്. ഇന്ത്യയുടെ ഒരു പെൺപുലികൾ എന്നായിരുന്നു ആ സമയത്ത് പറഞ്ഞിരുന്നത്. കാരണം അത്രത്തോളം ഇന്ത്യ പാകിസ്ഥാനെ നേരെ ഉണ്ടാക്കിയ ആക്രമണങ്ങൾ എല്ലാം വിശദീകരിച്ചു നിന്നത് ഈ രണ്ട് പെൺപുലികളായിരുന്നു. അപ്പോൾ അത് വേറൊരു റെപ്രസെന്റേഷൻ എന്ന രീതിയിൽ, കാരണം ഇവര് പാകിസ്ഥാൻ പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തിയിട്ട് പുരുഷന്മാരെ ആക്രമിക്കുക, സ്ത്രീകളോട് പോയി മോദിയോട് പറയൂ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മോദിയോട് പോയി പറയാൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സിന്ദൂരം മായ്ക്കേണ്ടി വന്നൊരു അവസ്ഥയെ റെപ്രസെന്റ് ചെയ്തിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന അദ്ദേഹം പേര് നാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായി രണ്ട് പെൺകുട്ടികൾ തന്നെ വന്നിട്ട് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിവരിക്കുക എന്ന് പറയുന്നത് വളരെയധികം പാകിസ്ഥാന് നൽകാൻ പറ്റുന്ന ഒരു തിരിച്ചടി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ്. അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം വളരെ വളരെ എന്താ പറയാ, എല്ലാവർക്കും ഒരു അഭിമാനമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു സമയത്ത് രണ്ട് ലേഡി ഓഫീസേഴ്സ് വരുന്നു, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാ ജനങ്ങളും അത് കയ്യിലേറ്റിയ ഒരു നിമിഷമായിരുന്നു അല്ലേ? അതിനുശേഷം നമുക്കറിയാം സോഫിയ ഖുറേഷി ആരായിരുന്നു, വ്യോമിക സിംഗ് ആരായിരുന്നു. അതിനുശേഷമാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു പെൺപുലികൾ ഉണ്ട്, നമുക്ക് സേനയിലേക്കുണ്ട്, അതായത് നമ്മുടെ നേവിയിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. ഇതിനെ ഇത്ര പോലും ബോധമില്ലാത്ത രീതിയിലാണ് പല രാഷ്ട്രീയ നേതാക്കളും കാണുന്നത്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂറിനെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത് തലയിൽ എടുത്തു വെച്ച് നടന്ന് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വെറും രാഷ്ട്രീയമായി മാത്രം മാറി അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയായി മാത്രം മാറി. വെറുതെ വിമാനങ്ങൾ പറത്തി കളിക്കുകയായിരുന്നില്ല ചെയ്തത്. അവിടുന്ന് വന്നിട്ടുള്ള, അതായത് കാശ്മീരിനെ അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി രാജ്യങ്ങളെല്ലാം നല്ല രീതിയിൽ, അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് വന്ന ഡ്രോണുകളെ എല്ലാം നശിപ്പിച്ച് കളയുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതേ പറത്തി കളിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന നേതാവ് പോലും ഉണ്ടായിരുന്നില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം പ്രയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും പറയാം എന്നതിനേക്കാൾ സൂക്ഷിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം സംസാരിക്കുക. ജനങ്ങളെ സേവിക്കേണ്ട നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് മാത്രം നോക്കുമ്പോൾ ആ രാഷ്ട്രീയം തകരട്ടെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി തകരട്ടെ എന്ന രീതിയിൽ കാണരുത്.